വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് സർവൈവൽ വേൾഡാണ്. നമ്മൾ പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് ഹാർഡ് കൊടുക്കണം. ഈസി കൊടുത്താലോ? നമ്മൾ എന്തായാലും ഹാർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിപ്ലെയർ മോഡ് വേണോ? വേണ്ട, നമുക്ക് മൾട്ടിപ്ലെയർ ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാം സെറ്റാക്കി തോന്നുന്നു. നമുക്കാദ്യം ക്രിയേറ്റ് കൊടുക്കാം. അതിന് മുമ്പ് ഷോ കോർഡിനേറ്റ്സ് ഓൺ ആക്കാം. ഷോ കോർഡിനേറ്റ്സ് ഓൺ ആക്കിക്കണം. കോർഡിനേറ്റ്സ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ സ്പോണായിരിക്കുന്ന ഒരു ഫോറസ്റ്റിലാണ്. നമുക്ക് ആദ്യം ഒരു ബേസ് വേണം. അതിന് നമുക്ക് മരം മുറിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വെക്കുക. നമുക്ക് മരം മുറിക്കാം. ഞാൻ ഇത്തിരി പോയാൽ മതി. നമുക്ക് ആദ്യം തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയായിരുന്നു ഓൾറെഡി. അതിന് തന്നെ നമുക്ക് ഒരു ടൂൾസ് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഷീപ്പിനൊന്ന് കൊല്ലണം. അത് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. 3 എണ്ണം കണ്ട് വേണ്ടേ? അവിടെ 2 മാസമുണ്ടല്ലോ. ഒരു ഷീപ്പിനെയും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്നാമത് കറക്റ്റ് ആവുള്ളൂ. ഷീപ്പിനെയും കൂടെ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വെക്കുക. നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ ചാനലാണ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ ആദ്യത്തെ വീഡിയോയാണ്. കുറച്ചൊക്കെ പോരായ്മയുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോയിലൊക്കെ സെറ്റാക്കാം. അപ്പോൾ നമുക്ക് 2 ഊളൊക്കെ കിട്ടിയിട്ടു. മറ്റേ ക്രാഫ്റ്റിൻ്റെ വെച്ചിട്ട് ഇതൊന്നും കാണാനില്ല. എന്തായാലും അപ്പർ ഐലൻഡിലേക്ക് പോകേണ്ട വരും. ഈ ഐലൻഡിൽ നമുക്ക് മാറാം. അവിടെ ഒരു ഷീറ്റ് വെക്കുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ആ ഷീറ്റിൽ നമുക്ക് ഇന്നത്തെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഐലൻഡിൽ തന്നെ നമ്മുടെ ബേസും കാര്യങ്ങൾ സെറ്റാക്കണം. ഇവിടെയാണ് അടുത്തൊരു കേവും ഉണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ബേസിങ് ഇവിടെയാണ് വരാൻ പോകുന്നത്. ആദ്യം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ബെഡ് ഉണ്ടാക്കണം. നമ്മൾ അറിയാണ്ട് 2 ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി. ഇല്ല, നമുക്കൊരു ബെഡ് സെറ്റ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ബെഡ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പോയിട്ട് സ്റ്റോൺ മൈൻ ചെയ്യാം. നമുക്ക് ഡാമേജ് ഒക്കെ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒരു ആർമർ പോലും ഇല്ല. നമ്മൾ മിക്കവാറും സോംബി ഒന്ന് അടിച്ചാൽ നമ്മൾ മിക്കവാറും തീരാൻ സാധ്യതയുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു സ്റ്റാക്കറത്തോളം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും മൈൻഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ ബോറടിപ്പിക്കുന്നു. ഞാൻ മൈൻഡ് ചെയ്ത് മൊത്തം കഴിഞ്ഞിട്ട് കാണിച്ചു.
ഓക്കെ, നമുക്കങ്ങനെ 32ഓളം സ്റ്റോൺ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്നാൽ ഇതിപ്പോൾ തൽക്കാലം ഇത് മതി. ബാക്കി വേണമെങ്കിൽ പിന്നെ പറയാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ടൂൾസും കാര്യം സെറ്റാക്കിയിട്ട് നമുക്ക് കേവിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ നോക്കാം. അപ്പം നമുക്ക് ടൂൾസ് കാര്യം സെറ്റ് ചെയ്യാം. ഗ്യാസ് പിന്നെ പുഷാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് കേവിൻ്റെ അകത്തോട്ട് ഇറങ്ങാം. ഒരു സോഡും കൂടെ ഉണ്ടാക്കാം. അതിൻ്റെ ആവശ്യം വന്നാറുണ്ട്. നമുക്കത് ടോർച്ചൊന്നുമില്ല. നമുക്ക് കുറച്ച് അയണും കുറച്ച് കോളും കിട്ടിയാൽ ഇന്ന് നമ്മൾ മേജർ മൈനിങ്ങിൽ നിന്ന് ഇറങ്ങണം. അവിടെ നമുക്ക് അങ്ങനെ കിട്ടാനൊന്നും കാര്യം നമുക്ക് ചാർക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചാർക്കോളുണ്ടാക്കിയിട്ട് കോളുണ്ടാക്കാം. പക്ഷേ ചാർക്കോളുണ്ടാക്കിയിട്ട് തോന്നുണ്ടാക്കും. ഇവിടെ ക്രാഫ്റ്റിനൊക്കെ എന്താ നമ്മുടെ ക്രാഫ്റ്റിനോട് കാണിച്ചല്ലോ. അതായിരിക്കും അവിടെ പോയിട്ട് ഉണ്ടാക്കുന്നു. കുറച്ച് ഇത് വേണം എന്നാലാണ് ചാർക്കോളുണ്ടാക്കിയിട്ട്. ഇവിടെ നമ്മുടെ അടുത്ത് ജംഗിൾ ബയോമുണ്ട്. പിന്നെ അങ്ങോട്ട് പോയാൽ സാധാ ബയോം നമുക്ക് കാണാൻ പറ്റും. എന്നാലും കൊണ്ട് ഒരു വുഡ് ഒരു മൈൻഡ് ചെയ്യാം. കിട്ടി. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്ക് 4 ടോർച്ചെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ കയ്യിൽ എത്ര മതി. നമുക്ക് താഴത്തോട്ട് ഓടിപ്പോവാം. ഫുഡും കൂടെ കുക്ക് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമുക്ക് അടി കൊണ്ടാൽ നമ്മൾ അപ്പം തന്നെ ചാവും. അത്യാവശ്യം ഫുഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് മതിയൊന്നും അറിയാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ കേവിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഇതിന് മണ്ണോടത്ത് വെച്ചാണ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഫുഡായിട്ടുണ്ട്. രാത്രി പറയാം ബെഡ് ഇവിടെ കയ്യിലുണ്ട്. നമ്മൾ കയ്യിലോട്ട് ഇറങ്ങാം. മൈൻഡ് ചെയ്യാം, കാര്യം നോക്കാം. ഇവിടെയൊക്കെ നല്ല ഇരുട്ടാണ് പ്ലേസ്. കേവാണ്. നമുക്കൊരു അയൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരെണ്ണമാണോ 2 ഉണ്ട്. അവന്മാർക്ക് ശബ്ദം കേട്ടിട്ട് ഒരു ആർമർ നമുക്ക് സെറ്റായി നമുക്ക് എന്തായാലും താഴത്തോട്ട് ഇറങ്ങണം.
ഇത് റെവൈനാണെന്ന് തോന്നുന്നു. വലിയൊരു കേവാണ് കേട്ടോ. നമ്മളിത് ഇത്രയും ടോർച്ചേ ഉള്ളൂ. രാത്രി ആവാറായപ്പോഴാണ് ഞാൻ കിടന്നുറങ്ങിയിട്ട് രാവിലെ ചെറിയ ഏരിയ ഉണ്ടാക്കിയിട്ട് നമ്മൾ രാവിലെ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് അതിനകത്ത് താഴത്തോട്ട് പോകാൻ പറ്റും. ഓക്കെ, അവിടെ 2-3 ഇരിക്കണം. നമുക്ക് ആർമറിനുള്ള ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ആർമറും പോകാവാതെ കേസ് ഇവിടെ കുറേ കിട്ടോ. അത് വേണം പെട്ടെന്ന് മൈൻഡ് ചെയ്യാം. നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് പതുക്കെ കയറാം. ഏകദേശം 13,000 കിട്ടിയിട്ടുണ്ട്. മതിയൊന്നും അറിയാൻ പാടില്ല. അത് നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് ബാക്കിയും കൂടെ ചെയ്യാം. ഇവിടെ വെച്ചിട്ട് മൈൻഡ് ചെയ്തിരുന്ന അവിടെ കുറച്ചും കൂടെ ഇത് വേണം. വുഡ് വേണം. നമ്മുടെ വുഡൊക്കെ തീർന്നു. തൽക്കാലം നമുക്ക് ഇത് വയ്ക്കാം. കോഡ് നമുക്ക് താഴെ കിട്ടുമോ എന്ന് നോക്കട്ടെ കേട്ടോ. കോഡ് എന്നാ തോന്നണം. കോഡ് ഇവിടെ ഇല്ല. കേസ് അവിടെ ഒരു കോഡ് ഇട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി അവിടെ ഒരു സ്കെൽറ്റൻ നിൽക്കണം. നമ്മുടെ ലൈനും അവനെ നേരിടാനുള്ളൊരു ആർമറൊന്നും തന്നെ ഇല്ല. അതിൽ നിന്ന് ഒരു അടി കിട്ടിയാൽ നമ്മളിപ്പോൾ അതായത് അവനെ കാണാതെ കോണ്ടടിച്ചിട്ട് താഴെ നിൽക്കുക. ഇവിടെ എത്തി. ഇവിടെ അത്യാവശ്യം കോളുണ്ട്. നമ്മൾ ഇതുണ്ടായിട്ടാണ് നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് അവിടെ പോയിരുന്നത്. പെട്ടെന്ന് നമുക്ക് ഈ കോളൊന്ന് പെട്ടെന്ന് കുറച്ചെടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനെ പോവാം. പേസ് ഞാൻ കോൾ എടുക്കും. ഓക്കെ, സംബന്ധം ആ കോള് കുറച്ച് 14ഓളം കോള് നമുക്ക്
കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനെ കൊണ്ട് വിടാം. നമുക്കൊന്നിടാൻ ശ്രമിക്കുക. ഇപ്പം മഴ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ജംഗിളോട്ട് കളക്ട് ചെയ്യാം. നമുക്കെന്തായാലും ഇവിടെ അല്ലെങ്കിൽ ജംഗിളിൻ്റെ ഉള്ളിൽ ബേസ് വെക്കാൻ തീരുമാനിക്കാം. നമുക്ക് അടുത്ത ഇതിനനുസരിച്ച് ബേസിന് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് ഫാമിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഫീൽഡ് കളിക്കണം. ചെറിയ നിലം വെക്കണം ധാരാളം. മരം നോക്കുന്നുണ്ട്. എന്തായാലും ഈ ഷീൽഡ് തന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യാനാണ് മെയിനായിട്ട് ചെയ്തെടുക്കുക. നമ്മളിൽ ഷീൽഡ് വെച്ച് ടോർച്ച് ഉണ്ടാക്കാം. നമുക്ക് താഴത്തെ ഫീൽഡ് രാത്രി വേറെ നമ്മളിപ്പോൾ താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇത് മറ്റേ വാട്ടർ കേവാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വെള്ളമുണ്ട്. വാട്ടർ കേവാണിത്. താഴെ നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം കോളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. താഴെയാകുമ്പോൾ വാട്ടർ കേവാണ്. നമ്മളിപ്പോഴാണ് കാര്യം ശ്രദ്ധിക്കേണ്ട. ഒന്നോടെ ഒന്ന് ഈ കേവ് എക്സ്പ്ലോർ ചെയ്യണം. എന്തായാലും നമുക്ക് തൽക്കാലം മുകളിലോട്ട് കഴിക്കാം. അത്യാവശ്യം നമുക്ക് മൈൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്കിത് ഒരു ചെറിയ ഫാം ലാൻഡ് സെറ്റ് ചെയ്യണം. അതുപോലെ ഒരു ചെറിയ ബേസ് നമുക്ക് സെറ്റ് ചെയ്യണം. നമുക്കിത് ലാസ്റ്റ് എപ്പിസോഡ് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. മുകളിലോട്ട് തൽക്കാലം തുടങ്ങാം. ഔട്ട്റോ പറയാം.
ഓക്കെ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ വീഡിയോ കണ്ട് ഇച്ചിരി പോരായ്മയൊക്കെ തന്നെ ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ പിടിച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർക്കുള്ള ഫോളോ ചെയ്തോളൂ. പക്ഷേ മറ്റേ ഷെയറും ചെയ്യുക, എല്ലാം തെറ്റിപ്പോലോ, ഷെയറും ചെയ്യുക. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.